ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഒക്ടോബർ 2 ഗാന്ധി ജയന്തി ദിനവുമായി ബന്ധപ്പെട്ട വിവിധ ക്ലാസ്സുകളിലെ വിദ്യാർത്ഥികൾക്ക് ഉപകാരപ്രദമായ ചോദ്യോത്തരങ്ങളുമായിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത്. മഹാത്മാഗാന്ധി ജനിച്ച വർഷം. ഉത്തരം 1869 ഒക്ടോബർ 2. മഹാത്മാഗാന്ധിയുടെ ജന്മസ്ഥലം. ഉത്തരം ഗുജറാത്തിലെ പോർബന്ദർ. മഹാത്മാഗാന്ധി ജനിച്ച വീട് അറിയപ്പെടുന്ന പേര്. ഉത്തരം കീർത്തി മന്ദിർ. മഹാത്മാഗാന്ധിയുടെ പിതാവ്. ഉത്തരം കരംചന്ദ് ഗാന്ധി. മഹാത്മാഗാന്ധിയുടെ മാതാവ്. ഉത്തരം പുത്ലിബായ്. ഗാന്ധിജിയെ കുട്ടിക്കാലത്ത് വിളിച്ചിരുന്ന പേര്. ഉത്തരം മോനിയ. ഗാന്ധിജിയുടെ പത്നിയുടെ പേര്. ഉത്തരം കസ്തൂർബ ഗാന്ധി. ഗാന്ധിജിയുടെ ആത്മീയ ഗുരു. ഉത്തരം ലിയോ ടോൾസ്റ്റോയ്. ഗാന്ധിജി നിയമം പഠിക്കാൻ ലണ്ടനിൽ പോയ വർഷം. ഉത്തരം 1888. ഇന്ത്യയിൽ അഭിഭാഷകനായി പ്രാക്ടീസ് ചെയ്ത സ്ഥലങ്ങൾ. ഉത്തരം രാജ്കോട്ട്, ബോംബെ. ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിലേക്ക് പോയ വർഷം. ഉത്തരം 1893. ആരുടെ കേസ് വാദിക്കുന്നതിന് വേണ്ടിയാണ് ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിലേക്ക് പോയത്? ഉത്തരം ദാദാ അബ്ദുള്ള. ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു ഗോപാലകൃഷ്ണ ഗോഖലെ. ഗാന്ധിജി ഗോപാലകൃഷ്ണ ഗോഖലെയെ ആദ്യമായി കണ്ടുമുട്ടിയ വർഷം. ഉത്തരം 1896. ഗാന്ധിജിക്ക് കൈസർ ഹി ഹിന്ദ് ബഹുമതി ലഭിച്ച വർഷം. ഉത്തരം 1915. മഹാത്മാഗാന്ധി ദക്ഷിണാഫ്രിക്കയിൽ ആരംഭിച്ച പത്രം. ഉത്തരം ഇന്ത്യൻ ഒപ്പീനിയൻ. ഇന്ത്യൻ ഒപ്പീനിയന്റെ ആദ്യത്തെ എഡിറ്റർ. ഉത്തരം മൻസുഖലാൽ നാസർ. ഗാന്ധിജി ബ്രഹ്മചര്യം ജീവിതവ്രതമായി സ്വീകരിച്ച വർഷം. ഉത്തരം 1906. ഗാന്ധിജി ആദ്യമായി സത്യാഗ്രഹ സമരം നടത്തിയ വർഷം. ഉത്തരം 1906. ഇന്ത്യയിൽ ഗാന്ധിജിയുടെ ആദ്യ സത്യാഗ്രഹ സമരം ഏത്? ഉത്തരം ചമ്പാരൻ സത്യാഗ്രഹം. ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ നിരാഹാര സമരം ഏത്? അഹമ്മദാബാദ് തുണിമിൽ സമരം. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ദണ്ഡി മാർച്ചും ഉപ്പു സത്യാഗ്രഹവും നടന്ന വർഷം. ഉത്തരം 1930. ഗാന്ധിജി പങ്കെടുത്ത ഏക വട്ടമേശ സമ്മേളനം. ഉത്തരം രണ്ടാം വട്ടമേശ സമ്മേളനം. 1942 ക്വിറ്റ് ഇന്ത്യ സമരത്തിനോടനുബന്ധിച്ച് ഗാന്ധിജി നൽകിയ ആഹ്വാനം. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക. മഹാത്മാഗാന്ധി എത്ര തവണ കേരളം സന്ദർശിച്ചു? 5 തവണ. ഒരു തീർത്ഥാടനം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ച കേരള സന്ദർശനം ഏത്? 5ാം കേരള സന്ദർശനം. ഗാന്ധിജിയെ ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് എന്ന് ആദ്യം വിളിച്ചതാര്? ഉത്തരം സുഭാഷ് ചന്ദ്രബോസ്. ഗാന്ധിജിയെ മഹാത്മാ എന്ന് ആദ്യം വിളിച്ചതാര്? ഉത്തരം രവീന്ദ്രനാഥ ടാഗോർ. അർദ്ധനഗ്നനായ ഫക്കീർ എന്ന് വിശേഷിപ്പിച്ചത് വിൻസ്റ്റൺ ചർച്ചിൽ. ഗാന്ധിജിയുടെ ആത്മകഥ. എന്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ. ഗാന്ധിജിയുടെ ആത്മകഥ ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയത് മഹാദേവ ദേശായി. ഗാന്ധിജിയുടെ ജീവചരിത്രം ആദ്യമായി എഴുതിയ മലയാളി സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള. ഗാന്ധിജിയുടെ 2 പ്രധാന സമരമുറകൾ. സത്യാഗ്രഹം, നിസ്സഹകരണം. ദേശസ്നേഹികളുടെ രാജകുമാരൻ എന്ന് ഗാന്ധിജി വിളിച്ചത് ആരെ? സുഭാഷ് ചന്ദ്രബോസ്. സ്വതന്ത്ര ഇന്ത്യയുടെ തപാൽ സ്റ്റാമ്പിൽ ആദ്യമായി പ്രത്യക്ഷപ്പെട്ട ഇന്ത്യക്കാരൻ. ഉത്തരം മഹാത്മാഗാന്ധി. ഗാന്ധിജിയെക്കുറിച്ച് മഹാകവി വള്ളത്തോൾ രചിച്ച കവിത ഏത്? ഉത്തരം എന്റെ ഗുരുനാഥൻ. ഗാന്ധിജിയുടെ 100ാം ജന്മദിനത്തോടനുബന്ധിച്ച് 1969 വിദ്യാർത്ഥികൾക്കായി ആരംഭിച്ച സാമൂഹിക സംഘടന. ഉത്തരം നാഷണൽ സർവീസ് സ്കീം.
ഗാന്ധിജിയുടെ ജന്മദിനമായ ഒക്ടോബർ 2 ഏത് ദിനമായിട്ടാണ് ആചരിക്കുന്നത്? ഉത്തരം അന്തർദേശീയ അഹിംസാ ദിനം. 2014 ഗാന്ധി ജയന്തി ദിനത്തിൽ വൃത്തിയും വെടിപ്പുമുള്ള ഇന്ത്യ എന്ന സന്ദേശവുമായി ഭാരത സർക്കാർ ആവിഷ്കരിച്ച പദ്ധതി? ഉത്തരം സ്വച്ഛ് ഭാരത് മിഷൻ.